നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചു. മലയാള സിനിമയ്ക്കൊരു നഷ്ടം കൂടി. മലയാളികളുടെ ഹൃദയത്തിൽ നിലകൊണ്ട നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും അഭിനേതാവുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി. പാലക്കാട് മകന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഫീസ് അടക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അധ്യാപികയുടെ ഭർത്താവ് ഷിജോ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അധ്യാപികയായ ലേഖ രവീന്ദ്രന് 12 വർഷമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാത്തതാണ് ഈ ദുരന്തത്തിന് കാരണം. ഈ സംഭവത്തെ തുടർന്ന് പത്തനംതിട്ട വിദ്യാഭ്യാസ വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തളിപ്പറമ്പിൽ 9ാം ക്ലാസ്സുകാരിയെ ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറായ 40 വയസ്സുകാരൻ അനീഷ് അറസ്റ്റിലായി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയുടെ അമ്മയുമായി പരിചയത്തിലായിരുന്നു അനീഷ്. അമ്മയും മകളുമൊത്ത് പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടി ഈ വിവരം അധ്യാപികയോട് പറയുകയും തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന പരാതി നൽകുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വടക്കൻ UK-യിൽ ഫ്ലോറിസ് കൊടുങ്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കി. മണിക്കൂറിൽ 80 മൈൽ വരെ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. റോഡ്, റെയിൽ, വ്യോമഗതാഗതവും ഫെറി സർവീസുകളും തടസ്സപ്പെട്ടു. വീണുകിടക്കുന്ന മരങ്ങൾ കാരണം പ്രധാന റോഡുകളും അടച്ചു. നോർത്തേൺ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ ഐലൻഡ് എന്നിവിടങ്ങളിലാണ് കൊടുങ്കാറ്റ് കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത്. ചേർത്തലയിൽ സ്ത്രീകളെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ 20-ലധികം അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു. അസ്ഥികൾ 6 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ വർഷം കാണാതായ ജയനമ്മ എന്ന സ്ത്രീയുടെ അസ്ഥികളാണോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. 4-ലധികം തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ഈ ആഴ്ചയോടെ കേരളത്തിൽ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. ജാമ്യവ്യവസ്ഥ അനുസരിച്ച് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. ഇതിനായി ഈ 2 മാസം 8-ാം തീയതി അവർ സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ട്. കേരളത്തിലെ വീടുകളിൽ കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം ഇവർ തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് പോകും. ചെന്നിത്തല, ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള അച്ചൻകോവിലാറ്റിൻ പാലം നിർമ്മിക്കുന്നതിനിടെ സ്പാൻ തകർന്നുണ്ടായ അപകടത്തിൽ 2 തൊഴിലാളികൾ മരിച്ചു. തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു, കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പുഴയിൽ വീണ 3 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കൊടി സുനിക്കും കൂട്ടാളികൾക്കും കൂടുതൽ കർശനമായ സുരക്ഷാ നിയന്ത്രണം ഏർപ്പെടുത്തി. കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പ്രതികൾക്ക് കൈവിലങ്ങുകൾ നിർബന്ധമാക്കി. കൂടാതെ പ്രതികളെ കൊണ്ടുപോകാൻ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പരോളിനിടെ മദ്യപിച്ച സംഭവത്തെ തുടർന്നാണ് ഈ നടപടി. ജയിൽ നിയമങ്ങൾ ലംഘിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും സ്പീക്കർ AN ഷംസീർ സ്ഥിരീകരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.